ഹലോ നമസ്കാരം. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തുന്ന ശരി ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ തന്നെ ചെയ്തേക്കാം എന്ന്. ഇത് കുറച്ച് നേരത്തെ കഴിച്ച ഐറ്റംസാണ്. രാവിലെ പുട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ വെജിറ്റബിൾ സ്റ്റ്യൂ, അതുപോലെ ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറി, ഇതൊക്കെയായിരുന്നു ഞാൻ കഴിച്ചത്. ഇന്ന് ചെറുപയർ കറി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ അത് പൊതുവെ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഇതൊക്കെയാണ് രാവിലെ കഴിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ നല്ല നാടൻ പാലൊഴിച്ചുണ്ടാക്കിയിട്ടുള്ള ചായ. അത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ പറയുമ്പോൾ ഈ നാടൻ അത് ഇതെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എന്താ അത്ര പ്രത്യേകത എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിൽ പ്രത്യേകത ഉണ്ട്. ഈ ചായ കുടിക്കുമ്പോൾ നമ്മളിപ്പം പാക്കറ്റിൽ പാൽ വാങ്ങിച്ചുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് തന്നെയാണ് തോന്നാറുള്ളത്. പിന്നെ അച്ഛൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഞാൻ അച്ഛനോട് വെട്ട് കേക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അതവിടെ ഉണ്ടായിരുന്നില്ല. പകരം ഇതിനെന്താ പാൽ കേക്ക് എന്ന് മറ്റോ പറയണേ. എനിക്കിതൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് വെട്ട് കേക്കാണ് ഇഷ്ടം. പിന്നെ ഇത് ഇന്നലെ വൈകുന്നേരം ഒരു വിമാനം പോണ ശബ്ദം കേട്ടപ്പം എന്നത്തെയും പോലെ പുറത്തേക്ക് ഓടി വായും പൊളിച്ച് നിന്നപ്പോൾ എടുത്തിട്ടുള്ള ക്ലിപ്പായിരുന്നു. അവിടെ ഫ്ലാറ്റിൽ അങ്ങനെ ഫ്ലൈറ്റ് പോണ ഒരു റൂട്ടല്ല. എന്നാലും ഇടയ്ക്ക് അല്ല ഹെലികോപ്റ്ററൊക്കെ പോകുമ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ അതേമാതിരി ബാൽക്കണി പോയി നിന്ന് നോക്കും. അതുപോലെ ഇന്നും മാറ്റാൻ പറ്റാത്തൊരു ശീലമാണ് ഒറ്റമൈനെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കുക എന്നുള്ളത്. ഫ്രണ്ട്സൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് അടി കിട്ടും വഴക്ക് കേൾക്കുന്നൊക്കെ. അതുകൊണ്ട് ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ല. എനിക്കറിയാം ഇന്നത്തെ ഒരു കാര്യമില്ല എന്നുള്ളത്. എന്നാലും അന്നത്തെ ഒരു ശീലമായിപ്പോയില്ലേ അതാണ്. എന്നിട്ടേ ഒരു ദിവസം ഞാനൊരു മൈനയെ കണ്ടു. ഞാൻ ഋതുവിനെ ഡ്രോപ്പ് ചെയ്യാൻ പോകുമായിരുന്നു. അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ വേറൊരു മൈനയും അവിടെ ഇല്ല. ഞാൻ പറഞ്ഞു, ഋതു നോക്ക്, കണ്ടോ മൈനയെ കണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, കണ്ടു, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, അല്ല ഞങ്ങളിങ്ങനെ പണ്ട് പറയുമായിരുന്നു കുട്ടിക്കാലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ അവളുടെ ഒരു എക്സ്പ്രഷനും ഡയലോഗും, ഓ അമ്മ പ്ലീസ്, ഇതായിരുന്നു ഡയലോഗ്. സത്യം പറഞ്ഞാൽ തൊലി ഉരിഞ്ഞു പോയി. കാര്യം എന്താ വെച്ചാൽ ഇന്ന് 10-14 വയസ്സുള്ള കുട്ടി പറയണത് അന്ന് ഒരു കാര്യം ഇരുന്നിട്ടും എന്താ വളരാത്തേ എന്നുള്ള മാതിരി. എന്ത് ചെയ്യാൻ പറ്റും? എത്ര വളർന്നാലും ചില കാര്യങ്ങളിൽ ഒരു വളർച്ചയും സംഭവിക്കണില്ല. ഇത് ഇന്നലെ കൊതുകടിയും കൊണ്ടിട്ട് കുറച്ച് ക്ലിപ്സൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു. ഇനിയും ഇങ്ങനത്തെ കുറച്ച് സംഗതികളൊക്കെ എടുക്കാനുണ്ട്. നമ്മുടെ ഈ കോമ്പൗണ്ടിൽ മാത്രമല്ല, ഈ മൊത്തം പ്രദേശം കുറച്ച് കാണാൻ മാത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാം കേട്ടോ. നേരത്തെയൊക്കെ കുറേ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ ഒരുപാട് കൃഷി ചെയ്യുമായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് അച്ഛന് ചെടികളും പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി അവരുടെ കൂടെ അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ. ഇപ്പോൾ പ്രായത്തിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. എന്നാലും രാവിലെയും വൈകുന്നേരവും അച്ഛൻ കൂടുതൽ സമയം ഈ മണ്ണിലിങ്ങനെ ചെടികളുടെയും പൂക്കളുടെയും പച്ചക്കറികളുടെ ഇടയിൽ തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.